റഫേൽ ആക്രമണം അതിശക്തമാക്കി ഇസ്രായേലി സേന. റഫേലിലെ ടണലുകൾക്ക് സമീപം ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 6ലധികം ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വരുന്നത്. റഫേലിലെ ടണലുകളിൽ നിന്ന് പുറത്തെത്തി ഇഴഞ്ഞു നീങ്ങുകയായിരുന്ന ഹമാസ് ഭീകരന്മാർക്ക് നേരെ ഡ്രോണുകൾ കൃത്യമായി വെടിയുതിർക്കുകയായിരുന്നു. ഗാസയ്ക്ക് സമീപമുള്ള ബങ്കറിൽ, ഭൂഗർഭ ബങ്കറിൽ 100ലധികം ദിവസമായി 100ലധികം ഹമാസ് ഭീകരന്മാർ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇവരിൽ നിരവധി പേർ ഇതിനകം പട്ടിണി മൂലം കൊല്ലപ്പെട്ടിരിക്കാം. ചിലരെങ്കിലും ആഹാരത്തിനും ഒരു തുള്ളി വെള്ളത്തിനും വേണ്ടി ബങ്കറുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ബങ്കറുകളിൽ നിന്ന് പുറത്തിറങ്ങിയവർ ഇഴഞ്ഞു നീങ്ങുകയും ഒളിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനുമിടയിലാണ് ഇസ്രായേലി സേനയുടെ ഡ്രോണുകൾ ഇവരെ കണ്ടെത്തുകയും ഇവരെ വധിക്കുകയും ചെയ്തത്. റഫേലിലെയും ഖാൻ യൂനിസിലെയും ആകാശത്തുകൂടെ വളരെ നേരിയ വളരെ ചെറിയ ഡ്രോണുകൾ, വളരെ ശക്തമായ നിരീക്ഷണ പാടവമുള്ള ഡ്രോണുകൾ പറക്കുകയാണ്. ഇത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നവയല്ല. എന്നാൽ ഈ ഡ്രോണുകളുടെ ക്യാമറകൾക്ക് അതീവ ശക്തിയുണ്ട്. അവ ഏതു ചെറിയ ഒരു എതിരാളിയുടെ ചെറിയൊരു ഉപകരണങ്ങളെയും ഒപ്പിയെടുക്കാൻ കഴിവുള്ളതാണ്. അത്തരത്തിൽ ഡ്രോണുകൾ ഈ റഫേലിലെ ഖാൻ യൂനിസിലെ ബങ്കറുകൾക്ക് മുകളിലൂടെ നിത്യവും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഡ്രോണുകളുടെ കണ്ണിലാണ് 6ലധികം ഹമാസ് ഭീകരന്മാർ പെട്ടത്. ഇവർ ബങ്കറുകളിൽ നിന്ന് പുറത്തിറങ്ങി ഇഴഞ്ഞിഴഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു. ഇവർക്ക് നേരെയാണ് ഡ്രോണുകൾ കൃത്യമായി വെടിയുതിർത്തത്. 6 കൊടും ഭീകരന്മാരും ഈ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. അതിൽ പലരും 2023 ഒക്ടോബർ 7 ഇസ്രായേലിനുള്ളിൽ നടത്തിയ കൂട്ടക്കുരുതിയിൽ നേരിട്ട് പങ്കെടുത്തവരാണ് എന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഗാസയിൽ ഹമാസിനെതിരെയുള്ള കൂട്ടക്കുരുതി തുടരുകയാണ് ഇസ്രായേലി സേന. ബങ്കറുകളിലെ ഒരു ഹമാസ് ഭീകരനും ജീവനോടെ പുറത്തെത്തരുത് എന്ന ശപഥത്തിലാണിപ്പോൾ ഇസ്രായേലി സേന. ബങ്കറുകളിൽ ഹമാസിന്റെ കൂട്ട നിലവിളി ഉയരുകയാണ്. ബങ്കറുകൾക്ക് ചുറ്റും വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന. ബങ്കറുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്ന ഹമാസിന്റെ ഭീകരന്മാരെ ഇസ്രായേലി സേന വധിക്കുന്നു. ബങ്കറുകൾക്കുള്ളിൽ നിരവധി ഹമാസ് ഭീകരന്മാർ പട്ടിണി മൂലം കഴിഞ്ഞ എത്രയോ ആഴ്ചകളായി മുഴിപ്പട്ടിണിയിലാണ്. പട്ടിണി മൂലം കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. അല്ലാത്തവരെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ബങ്കറുകൾ തകർത്ത് ഇസ്രായേലി സേന വധിക്കുകയാണ്. അതായത് ഗാസയിൽ ഹമാസിനി അനുഭവിക്കാൻ നരകയാതന ഒന്നുമില്ല. ഇസ്രായേലിനോട് ചെയ്ത കൊടും ക്രൂരതയ്ക്ക് അതേ നാണയത്തിലുള്ള തിരിച്ചടി ഹമാസിന് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി സേന. ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ പരിശ്രമങ്ങളും ഹമാസ് നേതൃത്വവും അതുപോലെ തന്നെ ഖത്തറും ഈജിപ്തുമൊക്കെ നടത്തിയിരുന്നു. എന്നാൽ ഒന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്ക പോലും ഒരു ഘട്ടത്തിൽ ഈ ഭീകരന്മാരെ വിട്ടയക്കണമെന്ന് ഇസ്രായേലിനോട് പലതവണ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ഒരു തരത്തിലും ഈ ഭീകരന്മാരെ വിട്ടയക്കില്ല എന്നും ഹമാസിൻ്റെ ഒരു ഭീകരനും ജീവനോടെ ഗാസയുടെ മണ്ണിൽ നിന്ന് പുറത്തേക്ക് പോകില്ലെന്നുമായിരുന്നു ഇസ്രായേൽ എടുത്ത തീരുമാനം. ആ തീരുമാനം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി സേന. ഗാസയിലെ റഫേലിലെയും ഖാൻ യൂനിസിനും സമീപമുള്ള ബങ്കറുകൾക്ക് ചുറ്റും റോന്തു ചുറ്റുകയാണ് ഇസ്രായേലി സേനയും ഇസ്രായേലിൻ്റെ ഡ്രോണുകളും. ഏതെങ്കിലും ഒരു ബങ്കറിൽ നിന്ന് ഒരു ഭീകരൻ പുറത്തേക്ക് എത്തിയാൽ അധികം വൈകും മുമ്പ് 10 അടി അയാൾ എത്തുന്നതിന് മുൻപ് തന്നെ വധിച്ചിരിക്കുന്നു. ഇത് അറിയാതെ വീണ്ടും ബങ്കറിൽ നിന്നുള്ള അടുത്ത ഭീകരൻ പുറത്തെത്താൻ ശ്രമിക്കുന്നു. അയാളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അങ്ങനെ നിരന്തരമായി ഗാസയിൽ, റഫേലിലും ഖാൻ യൂനിസിലും ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ കൊല്ലപ്പെട്ടത് 40ലധികം ഹമാസ് ഭീകരന്മാരാണ്. ബങ്കറുകളിൽ 100 മുതൽ 200 വരെ ഹമാസ് ഭീകരന്മാർ കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ. ഹമാസിൻ്റെ കണക്കുകൂട്ടൽ അത്തരത്തിൽ തന്നെയാണ്. അതിൽ ഇനി എത്ര പേർ ജീവനോടെ അവശേഷിക്കുന്നു എന്നുള്ളത് സംശയം തന്നെയാണ്. കാരണം 100-120 ദിവസങ്ങളായി ഇവർ ഈ ബങ്കറിൽ കുടുങ്ങിക്കിടന്ന് 120ലധികം ദിവസമായി ഇവർ ബങ്കറിൽ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട്. അതിനുശേഷം ഇവരുടെ കയ്യിൽ ഇത്രയും ദിവസം പിടിച്ചു നിൽക്കാനുള്ള ഭക്ഷണമോ വെള്ളമോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ വെള്ളവും ഭക്ഷണവും കിട്ടാതെ ഇവർ ഈ ബങ്കറുകൾക്കുള്ളിൽ പട്ടിണി കിടന്ന് മരിച്ചിരിക്കാം. ചിലരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. അവരെയാണ് ഇസ്രായേലി സേന വധിച്ചത്. എന്തായാലും ഗാസയിൽ ഹമാസിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളായിരുന്ന
ഗാസയിലെ ബങ്കറുകൾ അതിപ്പോൾ ഹമാസിൻ്റെ മരണഭൂമികയായി മാറിയിരിക്കുന്നു, ഹമാസിൻ്റെ നരകമായി മാറിയിരിക്കുന്നു. ആ ബങ്കറുകളിൽ നിന്ന് പുറത്തു കടക്കാനാകാതെ മരണത്തിന് കീഴടങ്ങുകയാണ് ഹമാസിൻ്റെ ഭീകരന്മാർ. അതിന് പിന്നാലെ മറ്റൊരു വാർത്ത കൂടി ലോകത്ത് പരക്കുകയാണ്. ലോകത്തെവിടെയും ഒളിച്ചിരിക്കുന്ന ഹമാസിൻ്റെ നേതൃത്വത്തെ വധിക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ മൊസാദ് ആരംഭിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സൗദി അറേബ്യ തന്നെയാണ്. മൊസാദിൻ്റെ ചാരന്മാർ ലോകത്തെമ്പാടും ഇറങ്ങിയിരിക്കുന്നു ഹമാസിൻ്റെ നേതൃനിരയെ. ഖാലിദ് മിഷേലും അതുപോലെ തന്നെ ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള ആളുകൾ ലോകത്തിൻ്റെ ഏത് കോണുകളിൽ നിന്നും അവരെ ആക്രമിച്ച് വധിക്കാനാണ് മൊസാദിൻ്റെ നീക്കമെന്ന വമ്പൻ മുന്നറിയിപ്പാണ് ഇപ്പോൾ സൗദി അറേബ്യ നൽകിയിരിക്കുന്നത്. എന്തായാലും സൗദി അറേബ്യയുടെ ഈ മുന്നറിയിപ്പ് അതീവ ഗൗരവത്തോടു കൂടിയാണ് ഇപ്പോൾ ഹമാസ് നേതൃത്വം കാണുന്നത്. അറബ് രാജ്യങ്ങൾക്ക് പുറത്തുള്ള എല്ലാ ഹമാസ് നേതാക്കളെയും അറബ് രാജ്യങ്ങളിലേക്ക് മടങ്ങിയെത്താനുള്ള നിർദ്ദേശം ഇപ്പോൾ സൗദി അറേബ്യ നൽകിയിരിക്കുന്നു. അറബ് രാജ്യങ്ങളുടെ പുറത്ത് ഒരിക്കലും ഹമാസ് നേതൃത്വം സുരക്ഷിതരല്ല എന്നാണ് ഇപ്പോൾ സൗദി അറേബ്യയുടെ പത്രം തന്നെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്.